ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു മധുര പച്ചടിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും ചപ്പാത്തിയുടെയും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മധുര പച്ചടിയാണ് കേട്ടത്. ഇത് നമുക്ക് സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങ മധുര പച്ചടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൊടിയുള്ള മാങ്ങ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ പെട്ടെന്ന് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 2 നുള്ള് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 5 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ എള്ള് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എള്ളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു മധുര പച്ചടിക്ക്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ പിന്നെ മാങ്ങയുടെ ഒക്കെ സീസണല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടമാവും. കടുകും ഉലുവയും എള്ളൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കായംപൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കായംപൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണ ഒരു പച്ചടിയാണ് ഇത്. അധികം വെളിച്ചെണ്ണ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു മാങ്ങ കഷ്ണങ്ങളിൽ മസാല ഒക്കെ നല്ലോണം പിടിക്കണ വിധത്തിൽ വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മാങ്ങ കഷ്ണങ്ങളിപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ തൊലിയൊക്കെ നല്ല കട്ടിയുള്ള മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അധികം വെന്തുടഞ്ഞ് പോവാത്ത മാങ്ങകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മാങ്ങയുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അധികം കട്ടിയില്ലാത്ത മാങ്ങ ആയത് കാരണമാണ് കേട്ടോ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലോണമൊക്കെ തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലോണം തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കണ മാങ്ങ അധികം വെന്തിട്ടില്ല, ഇങ്ങനെ കല്ല് പോലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചീകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ശർക്കര തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് കുറവായപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര ചീകിയത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂസായ പോലെ ഉണ്ടാവും കേട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരല്പം ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ മതിയാകും കേട്ടോ. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും, പിന്നെ ചെറിയൊരു എരിവൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ മധുര പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ മധുര പച്ചടി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്